നമ്മുടെ കേരളമാണോ ഇന്ത്യയിലെ നമ്പർ 1 സ്നേഹമുള്ള സംസ്ഥാനം? എന്തുകൊണ്ട് മനാഫും മൽപ്പയും രേവന്തും രഞ്ജിത്തും നമുക്ക് ഹീറോകളാവുന്നത്? എന്തുകൊണ്ടാണ് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ സഹായിക്കുന്നത്? നമ്മൾ എന്തുകൊണ്ട് മഞ്ഞുമേൽ ബോയ്സ് ആഘോഷിക്കുന്നത്? ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോ. 2024 ജൂലൈയിൽ ഷിരൂരിൽ വെച്ചുണ്ടായ മണ്ണിടിച്ചിൽ ലോറി ഡ്രൈവറായ അർജുന് ദാരുണമായി ജീവൻ നഷ്ടപ്പെട്ടു. ആദ്യം തന്നെ മീഡിയ അർജുന്റെ ഇൻസിഡന്റ് 2-3 ആഴ്ചയോളം തന്നെ ഫോളോ ചെയ്തിരുന്നു. പിന്നെയാണ് വയനാട് എന്ന വലിയ ദുരന്തം ഉണ്ടായത്. പിന്നെ ഹേമ കമ്മിറ്റി വന്നു, PV അൻവർ, മലപ്പുറം ഇഷ്യൂ ഒക്കെ വന്നു. ആഴ്ചകൾ നീണ്ട തെരച്ചിലിനൊടുവിലാണ് ഗംഗാവലി നദീ തീരത്ത് നിന്ന് മൃതദേഹം കണ്ടെടുത്തത്. കാർ ഇടിച്ചതിന് ശേഷം 5 സെക്കൻഡ് പോലും നിർത്താതെ പോകുന്ന കുറച്ചുപേരുള്ള സമൂഹത്തിലാണ് 72 ദിവസം ഒരു മനുഷ്യസ്നേഹിയായ മനാഫും മൽപ്പയും അർജുനു വേണ്ടി ഷിരൂരിൽ ചെലവാക്കിയത്. മനാഫ് എന്ന മനുഷ്യൻ മാത്രമല്ല ചർച്ച ചെയ്യപ്പെടേണ്ടത്. മനാഫ് എന്ന ലീഡറിന്റെ കോർഡിനേഷൻ എബിലിറ്റി മൂലമാണ് തെരച്ചിലിന്റെ 3-ാം റൗണ്ടിൽ ഒരു ക്ലോഷർ ഉണ്ടായത്. മനാഫ് വികാരത്തിനൊപ്പം വിവേകം കൂടി ഉണ്ടെന്ന് പുള്ളിയുടെ ഇന്റർവ്യൂസിൽ നിന്ന് മനസ്സിലായി. നാമം പോലെ തന്റെ ഈശ്വരന്റെ കരസ്പർശമുള്ള ആളാണ് ഈശ്വർ മൽപ്പെ. കടുത്ത തണുപ്പിലും പിന്നെ വന്ന കടുത്ത വെയിലിലും ചൊരിയുന്ന മഴയിലും കുത്തിയൊലിക്കുന്ന അടിയൊഴുക്കിലും എത്ര ദിവസം മൃതദേഹത്തിന് വേണ്ടി തിരഞ്ഞ ഈശ്വർ മൽപ്പെ മലയാളികൾ അങ്ങ് ഏറ്റെടുത്തു എന്ന് തന്നെ പറയാം. ഇനി അതുവഴി പോകുന്ന ചില മലയാളികളെങ്കിലും പുള്ളിയെ പോയി കാണുമെന്ന് തോന്നുന്നു. ഇനി രേവന്തിന്റെ കാര്യം എടുക്കാം. മനാഫിന്റെ ലീഡർഷിപ്പ് ക്വാളിറ്റിയോ മൽപ്പയുടെ രഞ്ജിത്തിന്റെയോ ടെക്നിക്കൽ സ്കിൽസോ രേവന്തിന്റെ ഇല്ല. പക്ഷെ അമ്മ കൊടുത്ത ചില്ലറ പൈസ കൊണ്ട് ബസ് കയറി ഷിരൂരിലെത്തി. പണമോ സ്കിൽസ് കൊണ്ടോ തനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും തന്റെ ശരീരം കൊണ്ട് എന്തെങ്കിലും കൈ സഹായം ചെയ്യാൻ മുന്നോട്ട് വന്ന രേവന്തിനെ പോലും പലരും കളിയാക്കുന്നുണ്ട്. നമ്മുടെ കുടുംബത്തിലും നാട്ടിലും ഇങ്ങനെ കുറെ മനുഷ്യരില്ലേ, മറ്റുള്ളവരെ സഹായിക്കാൻ മാത്രം മുന്നോട്ട് വരുന്നവർ. നമുക്ക് എന്തുകൊണ്ട് ചാർലിയെയും അബിയെയും അമേലിയെയും മനസ്സിലാകുന്നില്ല? നമുക്ക് മഞ്ഞുമൽ ബോയ്സ് കഥയിലേക്ക് ഒന്നുകൂടി പോയാലോ? സുഭാഷിന്റെ സൗണ്ട് കേൾക്കുന്നത് വരെ കുട്ടേട്ടനും കൂട്ടുകാരും പോലീസ് പറഞ്ഞത് പ്രകാരം അവിടെ നിന്ന് പോയിരുന്നെങ്കിൽ ഒരുപാട് നാളത്തെ കുറ്റബോധം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ അത് മറക്കും, പിന്നെ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ കുട്ടേട്ടൻ കുഴിയിൽ ഇറങ്ങാൻ തീരുമാനിച്ചെടുത്താണ് കേരള സമൂഹത്തിന്റെ ഹ്യൂമാനിറ്റി ലെവൽ ഒരു ലെവല് കൂടി മുകളിൽ ഉയർന്നത്. അതുകൊണ്ട് തന്നെയാണ് കുട്ടേട്ടനെ കേരള സമൂഹം പോലെ തന്നെ തമിഴ് സമൂഹവും ആഘോഷിക്കുന്നത്. കുട്ടേട്ടൻ സുഭാഷിനെ എടുത്ത് കുഴിയിൽ മുകളിൽ വന്നപ്പോ നമ്മുടെ മനസ്സിൽ തോന്നിയ വികാരം ഉണ്ടല്ലോ, അത് നമുക്ക് വിവേകത്തിന്റെ ഏത് ഭാഷയിൽ പറയാൻ കഴിയും? അതുപോലെ തന്നെ ല്ലേ അർജുന് ജീവനില്ലെന്ന് അറിഞ്ഞിട്ടും അർജുന്റെ ആത്മാവിന് നിത്യശാന്തി നേരാൻ നമ്മൾ മലയാളികൾ ഒന്നടങ്കം കരഞ്ഞത്. അവിടെ മനുഷ്യത്വത്തിന്റെ സഹാനുഭൂതിയുടെ ഉയർന്നു നിൽപ്പാണ് ഉണ്ടായത്. ചിലർക്ക് ഇവർ ഇൻസ്റ്റന്റ് ഹീറോസ് ആയിരിക്കാം. ഒരു മനാഫ് ഉണ്ടാവുന്നത് തന്നെ ഒരുപാട് കാലത്തെ നല്ല കർമ്മങ്ങൾ കൊണ്ട് തന്നെയാണ്. ചാനലിൽ ഡെയിലി വന്ന് വെറുപ്പ് വിളുമ്പുന്ന, രാത്രിയിൽ വാതിലിൽ മുട്ടുന്ന നക്ഷത്രങ്ങളൊക്കെയാണോ നമ്മുടെ പെർമനന്റ് ഹീറോസ് ആകേണ്ടത്? വെറും 4 ദിവസമെങ്കിൽ 4 ദിവസം അവരെ കുറിച്ച് ചർച്ച ചെയ്യണം. കാരണം ഒരു കലാഭവൻ മണിയിൽ നിന്നാണ് 100 രേവന്ത്മാരുണ്ടാകുന്നത്. അതുപോലെ തന്നെ ഒരു മനാഫിൽ നിന്ന്, ഒരു മൽപ്പയിൽ നിന്ന് 1000 മനാഫുകളും 1000 മൽപ്പമാരും ഉയർന്നു വരണം. എന്തുകൊണ്ട് നമ്മൾ മറ്റൊരാളെ സഹായിക്കുന്നു? എല്ലാവരും ദൈവത്തിന്റെ കാര്യം പറയുന്നത് പോലെ അതിൽ പേഴ്സണൽ ബെനിഫിറ്റ് കൂടിയുണ്ട്. നമ്മൾ ഒരാളെ പ്രതിഫലമില്ലാതെ സഹായിച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഹാപ്പി ഹോർമോൺസ് ആയോ ഓക്സിറ്റോസിൻ, ഡോപ്പമൈൻ തുടങ്ങിയവ ഉൽപ്പാദിപ്പിക്കുന്നു. അത് നമുക്ക് സന്തോഷം തരെയും പിന്നെ നമ്മൾ സഹജീവികളോട്, നമ്മളുടെ കുടുംബത്തോടും കൂട്ടുകാരോടും സമൂഹത്തിൽ നല്ലതുപോലെ പെരുമാറാൻ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നതാണ്. മറ്റുള്ളവരെ കുറച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പണത്തിലും അപ്പുറം നമ്മൾ ശ്രമിക്കുന്നത് ഈ ഹാപ്പി ഹോർമോൺസ് വഴി ഒരു ഹാപ്പി പേഴ്സൺ ആവാനും അതിലൂടെ ഒരു ഹാപ്പി സൊസൈറ്റി ഉണ്ടാക്കുന്നതും. അതുപോലെ തന്നെ വെറുപ്പും. നമ്മൾ ഒരാളിൽ നിന്ന് വെറുപ്പ് കേൾക്കുന്നത് മൂലം സ്ട്രെസ് കൂടുകയും നമ്മൾ സമൂഹത്തിന് അവിശ്വാസത്തോടു കൂടി കാണുകയും ചെയ്യുന്നു. നമ്മൾ ഇടകലർന്ന് ജീവിക്കുന്നത് കൊണ്ടും സ്നേഹം കരുണയും കൊടുത്തും കിട്ടിയും മറ്റ് സ്റ്റേറ്റ്സിനെ അപേക്ഷിച്ച് ഒരു ഹാപ്പി സൊസൈറ്റിയായി കേരളം മാറിയിട്ടുണ്ട്. പക്ഷെ സ്കാൻഡിനേവിയൻ കൺട്രീസിനെ അപേക്ഷിച്ച് പുറകിലാണ്. പിന്നെ അർജുന്റെ കുടുംബത്തിനെ കുറിച്ച് അർജുന്റെ സഹോദരി പറഞ്ഞതിൽ ചില കാര്യങ്ങൾ നമുക്ക് അംഗീകരിച്ചേ പറ്റൂ. ആ കുടുംബം സൈലന്റായി തെരച്ചിലിന് വേണ്ടി കോർഡിനേറ്റ് ചെയ്തു എന്ന് പറയുന്നത് അംഗീകരിച്ചേ മതിയാവും. നമ്മുടെ കുടുംബത്തിലും കൂട്ടുകാരുടെ ഇടയിലും ഇല്ലേ സൈലന്റായി കാര്യങ്ങൾ ചെയ്യുന്നത്? അതുപോലെ തന്നെയാണ് അർജുന്റെ ഫാമിലി. എല്ലാ കുടുംബത്തിനും ഒരു അഭിമാനമുണ്ട്. അത് അർജുന്റെ കുടുംബം പറയാതെ പറയുന്നുണ്ട്. അത് നമ്മൾ പൊതുസമൂഹം മാനിച്ചേ പറ്റൂ. പിന്നെ അർജുന്റെ ഫാമിലി മനാഫിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ അതൊരു പക്ഷേ തെറ്റിദ്ധാരണ മൂലമുണ്ടായതാകാം. മഞ്ഞുമൽ ബോയ്സിലും സുഭാഷിന്റെ അമ്മയ്ക്ക് കുട്ടേട്ടനെ പറ്റി ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നില്ലേ ഒരു സമയത്ത്? അത് അവർ ഒന്നിച്ചിരുന്ന് സംസാരിച്ചാൽ, പരസ്പരം മനസ്സിലാക്കി ഒന്നിച്ചാൽ കേരള സമൂഹത്തിൽ അത് വലിയൊരു ചാപ്റ്റർ തന്നെ ആയിരിക്കും. അവിടെയും നമുക്ക് സ്നേഹം കൊണ്ട് ഒന്നിക്കാം. പൊതുവെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള ജനത മലയാളികളാണോ? ആണെന്ന് തന്നെ പറയാം. അർജുനെ പോലെ ജോയും പോലെ ഒരു സാധാരണക്കാരൻ ഒരു ദുരന്തം നേരിട്ടപ്പോൾ അർജുന് വേണ്ടി കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ അമേരിക്ക മുതൽ അറബ് രാജ്യങ്ങളിലുള്ള ബഹുഭൂരിപക്ഷം മലയാളികളും വേദനയോടുകൂടി പ്രാർത്ഥിക്കുകയായിരുന്നു. ഒരു ദുരന്തം വന്നാൽ കോടികളാണ് സംഭാവന ചെയ്യുന്നത്, ആയിരങ്ങളാണ് രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങുന്നത്. അത് നമ്മൾ മലയാളികളായതുകൊണ്ട് കൂടിയാണ്. വളരെ ലോജിക്കലായി മാത്രം ചിന്തിക്കുന്ന ഒരാൾക്ക് സ്നേഹത്തിന്റെയും കരുണയുടെയും ആൾക്കാരെ കളിയാക്കുന്ന പേരാണ് നന്മമരം.
ഏത് കാര്യത്തിലും നമ്മുടെ സമൂഹത്തിൽ കുറച്ച് നെഗറ്റിവിറ്റി പറയുന്നവരുണ്ടാവും, ഉണ്ടായിരിക്കും. എന്നാലേ നമ്മുടെ സ്നേഹത്തിന്റെയും സൗന്ദര്യത്തിന്റെയും സഹാനുഭൂതിയുടെ ആഴം നമുക്ക് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ വി ടേക്ക് എവറിത്തിങ് ഫോർ ഗ്രാന്റഡ്. ഈ പരിശ്രമത്തിൽ ശിരൂരിലെ ജനതയും കേരളത്തിലെയും കർണാടകത്തിലെയും ഭരണ സംവിധാനങ്ങളും ഒരുപോലെ കയ്യടി അർഹിക്കുന്നു. അതുകൊണ്ട് തന്നെ പരസ്പരം ചെളിവാരി അറിയാതെ പ്രതികാര നടപടികൾക്ക് പോകാതെ പോസിറ്റീവ് പൊളിറ്റിക്സ് ചെയ്യുക. നമുക്കൊപ്പം സ്നേഹത്തിന്റെ കാര്യത്തിൽ തമിഴ്നാട്, കർണാടകയും മത്സരിക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും കേരളം തന്നെയാണ് സ്നേഹത്തിന്റെ കാര്യത്തിൽ നമ്പർ 1. മലയാളിയാണോ ഇന്ത്യയിലെ ഏറ്റവും സ്നേഹമുള്ളവർ? നമുക്ക് മലയാളികൾ കണ്ട ഏറ്റവും നല്ല ഗുണം എന്താണ്? കമന്റ് ബോക്സിൽ പറയുക.